ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സൗണ്ട് പോലും ശ്രദ്ധിക്കുന്നുണ്ട് ഓരോരുത്തർ. വിജി സൗണ്ടിന് വ്യത്യാസമാണ്. കുറച്ച് നേരം ഇനി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ജനലൊക്കെ അടച്ചിട്ട് അപ്പം ഫാൻ ഇട്ടിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ ഒട്ടും നിങ്ങൾക്ക് കേൾക്കത്തില്ല. ഒരു വല്ലാത്ത അരോചകമായിരിക്കും. ഞാൻ കിച്ചണിൽ നിന്ന് പാത്രമൊക്കെ കഴുകിക്കൊണ്ട് ജോലി ചെയ്തുകൊണ്ട് ഒരു മിനിറ്റ് ചോദിക്കുമ്പോഴും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ലേ? അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫാക്കിയിട്ട് AC ഇട്ടിട്ടായിരുന്നു. അതിൻ്റെ കൊണ്ടായിരിക്കാം ഇപ്പം ഇവിടെ ഒരിത്തിരി തണുപ്പ് പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ആയപ്പോഴായിരിക്കും ഒരിത്തിരി കോൾഡ് പോലെ. പിന്നെ ഞാനത് ഇച്ചിരി വിക്സൊക്കെ ഇങ്ങനെ തേക്കുമ്പോൾ അതങ്ങ് മാറി. എന്നാൽ കോൾഡ് ഇത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ എന്നാലും എനിക്ക് എത്ര അസുഖമാണെങ്കിലും ഞാൻ അസുഖമെന്ന് പറഞ്ഞ് കിടക്കത്തില്ല. കിടന്നു പോയാൽ പോയി, എല്ലാം നമ്മളങ്ങ് ചെയ്യും. ഏതൊരു അമ്മമാരുടെയും വീട്ടമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെ. പിന്നെന്താ പറയുന്നത്, പിന്നെ ചില കമൻസുകൾ. അപ്പം ഞാൻ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സെപ്പറേറ്റ് റെസിപ്പികളുടെ ഞാൻ വീഡിയോ ഇടുന്നതേ. അപ്പം കഴിഞ്ഞ ദിവസം വിഷ്മോളി ഇട്ടില്ലേ, അപ്പം ചിലർക്കത് കാണുമ്പം ചിന്തിക്കുമോ എന്തിനാ ഈ റിപ്പീറ്റ് ഇടുന്നത്, ഇവർക്ക് വേറെ ജോലിയില്ലേന്ന്. പക്ഷേ ജെന്നിഫർ ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെയും ചിലരും അതുപോലെ ആയിരിക്കാം. ജൂലിയ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ കുക്കിംഗ് ചെയ്യുന്നത്. ജെന്നിഫർ പറയുന്നത് ചേച്ചി ഉണ്ടാക്കുന്ന മിക്ക റെസിപ്പീസും എൻ്റെ വീട്ടിലും ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുന്നത് ഈ അമ്മമാരുടെയൊക്കെ കൂടെ നിന്ന് ഇത്രയും നാൾ ഇങ്ങനെ പറ്റിക്കൂടി ജോലിയൊക്കെ ചെയ്യാതിരുന്നിട്ട് ഇപ്പം അമ്മമാരൊക്കെ മാറി നിന്നുണ്ട്. അമ്മമാരെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പം തന്നെ ആയപ്പോൾ അവർക്കതൊക്കെ ഒന്ന് സ്പീഡോടൊക്കെ ചെയ്യാനും നമ്മൾ ചെയ്യുന്നത് പോലെ സ്പീഡോടെ ചെയ്യാനൊക്കെ അവർക്ക് പറ്റുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നത് കേട്ടോ. അതിപ്പോൾ മറ്റുള്ളവർക്ക് അത് ഒരു പ്രയോജനമായെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെന്താ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത് കേട്ടോ. അതുപോലെ ഇവർ ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് വ്ളോഗിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് കിട്ടത്തില്ലെന്നാണ്. അപ്പം ഇപ്പോൾ കണ്ട എൻ്റെ വീഡിയോയ്ക്ക് പലതിനും വ്യൂസ് കുറവാണ്. കാരണം കോപ്പിറൈറ്റ് വന്നാൽ അത് നമ്മുടെ ചാനലിനെ നമ്മുടെ വീഡിയോകളെ ഭയങ്കരമായിട്ടും ബാധിക്കും. എനിക്കിപ്പം എന്നും കോപ്പിറൈറ്റ്, അതെന്ന് വെച്ചാൽ ഞാൻ ഒരു വർഷത്തിനൊക്കെ മുമ്പിട്ടിട്ട വീഡിയോകൾ, അതായിട്ട് ഞാൻ ഇടയ്ക്കൊരു മ്യൂസിക് ഇടുമായിരുന്നു. സ്റ്റാർട്ടിങ്ങിലത്തെ അല്ലാത്ത ലാസ്റ്റിലൊരു ഈ ചില കുക്കിങ്ങൊക്കെ ഞാൻ ഈ സ്ലോയിൽ കാണിക്കുമ്പോൾ ഒരു മ്യൂസിക് ഇടുമായിരുന്നു. ആദ്യം ഒരു മ്യൂസിക് ഇട്ട് അത് കോപ്പിറൈറ്റ് ആണെന്ന് പറഞ്ഞവർ. എന്നാൽ അവർ സ്റ്റാർട്ടിങ്ങിലെ പറയുന്നില്ല ഇത് കോപ്പിറൈറ്റ് ആണെന്ന്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് കോപ്പിറൈറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മളത് ഇടത്തില്ലായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഈ മ്യൂസിക് ഇട്ട് മ്യൂസിക് ഇല്ലാതെ ഇടുമ്പം ആൾക്കാർക്ക് കാണാനും ഒരു ഇഷ്ടമില്ല, ഇത് രസം തോന്നത്തില്ല പറഞ്ഞാൽ നമ്മൾ മ്യൂസിക് ഇട്ടു. ഇപ്പോൾ ആ മ്യൂസിക്കിനെല്ലാം കോപ്പിറൈറ്റ് ദിവസം 2-3 വീഡിയോകളുടെ അതോ വർഷങ്ങളായ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ വീഡിയോ ആ മ്യൂസിക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് വേറൊരു മ്യൂസിക് ഇട്ട്. അതും അന്നൊന്നും പറഞ്ഞില്ല, ഇപ്പോൾ ഒരു 5-6 മാസത്തിനൊക്കെ മുമ്പിട്ടുള്ള വീഡിയോകളാണ് ഇപ്പോൾ ഈ കോപ്പിറൈറ്റ് എന്നും പറഞ്ഞ് വരുന്നത്. അപ്പോൾ എന്നും ഇങ്ങനെ കോപ്പിറൈറ്റ് ആകുമ്പം യൂട്യൂബുകാരല്ലേ അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാമെന്ന് ഇങ്ങനിപ്പോൾ ഞാനാണെങ്കിൽ ചില വീഡിയോകൾ ഞാനിപ്പോൾ മറ്റുള്ളവരുടെ വീഡിയോ കാണത്തില്ലെന്നല്ല, കാണും. കാരണം ഇപ്പം യൂട്യൂബിനെ പറ്റിയൊക്കെ ചിലർ പറയുന്ന ഒരു വീഡിയോ നമ്മൾ ടൈറ്റിൽ കാണുമ്പം ഓപ്പൺ ചെയ്ത് അങ്ങനെ 2-3 വേറെ വീഡിയോ ഞാനിപ്പോൾ കണ്ടുണ്ടേ. അവർ പറഞ്ഞ് ഈ കോപ്പിറൈറ്റ് വന്നാൽ നമ്മുടെ വ്യൂസിനെ അത് ബാധിക്കും. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടും വ്യൂസ് ഇല്ല. ചിലർ വാട്സപ്പിൽ ചോദിക്കുന്നത് ചേച്ചി വീഡിയോ ഇടുന്നില്ലയോ അങ്ങനെയൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ വീഡിയോകളൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടിട്ട് വ്യൂസ് ഇല്ലയെന്ന് പറയുമ്പം അതൊരു വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അന്ന് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കോപ്പിറൈറ്റ് ആണ്. അന്നൊക്കെ ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞ് നമ്മൾ ചില മ്യൂസിക് സെലക്ട് ചെയ്യുമല്ലേ, അത് ഇടുന്നതിന് കുഴപ്പമില്ലെന്നുള്ള ഇതുകൊണ്ടാണ് നമ്മളത് സെലക്ട് ചെയ്ത് ഇട്ടത്. പക്ഷേ ഇപ്പോൾ അത് ഇട്ടുകൂടാന്ന് പറഞ്ഞുള്ള ഒരു പ്രശ്നം. അതുകൊണ്ട് ആകെ ഒരു ഇതിൽ നമ്മൾ ഇട്ടിട്ട് നമ്മൾ വെറുതെ ഒരു പ്രയോജനവും ഇല്ലെന്ന് ചിന്തിക്കുമ്പം
അപ്പോൾ ചിലരുടെ കമൻസൊക്കെ കാണുമ്പോൾ ചിന്തിക്കും, അന്നേരം ചിന്തിക്കും ഓ വീഡിയോ നാളെ ഇടണ്ടാന്ന് ചിന്തിക്കും. പിന്നെ ഓരോരുത്തരുടെ കമൻറ്റ് കാണുമ്പോൾ ചിന്തിക്കും ആ ഇടാ, അവർ നമ്മുടെ വീഡിയോ ഒക്കെ നോക്കി ഇരിക്കുന്നുണ്ടല്ലേ, അതുകൊണ്ട് ഇടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, ഇന്നും നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇന്നും ഇച്ചിരി കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞ് ജോലി ചെയ്യാം, അന്നേരം എൻ്റെ ജോലിയും പെട്ടെന്ന് തീരും. ഓക്കെ, പയർ തോരൻ വെക്കാം. പയർ കഴുകുക, വെള്ളപ്പയർ വെള്ളം തിളപ്പിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ചാണ്. അയ്യോ, പാല് തിളച്ചപ്പോ കുക്കറിൻ്റെ അടപ്പന്തി. പാത്രങ്ങൾ ഇനിയും കഴുകണം. കുറച്ച് ടൊമാറ്റോ ഇരിക്കുന്നു, അത് അവന്മാർക്ക് ചട്നി ഉണ്ടാക്കണോ എന്നുള്ളൊരു ചിന്തയിലിരിക്കുക. ഞാൻ ഇച്ചിരി കുറേ ഒഴിക്കാം, പാല് കാച്ചു വെക്കും. അത് അന്നേരം ഞാൻ പറയില്ല തിളച്ചിട്ട് കുറേ നേരം ഇട്ട് ഒന്നുകൂടെ അത് ചെറിയ തീരിട്ട് വേവിക്കണമെന്ന്, ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം കാണും. അപ്പോൾ നമ്മൾ കുറേ ഒഴിക്കുന്നെങ്കിലേ വെള്ളം പൊങ്ങി കിടക്കും. ഇവിടെ പിന്നെ ഇവരൊക്കെ ബാത്റൂമിൽ പോയാൽ ഡാഡി ബാത്റൂമിൽ പോയിട്ട് ലൈറ്റ് നിർത്തത്തില്ല. പിന്നെ എപ്പോഴും പുറകെ നമ്മളിങ്ങനെ വേണം. ഇപ്പോൾ റീസമോൻ അന്നേരം പറയും ഈ ലൈറ്റ് ആരായിട്ടെ, അവൻ ഇത്തിരി ഇതിലൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യും. എവിടെയെങ്കിലും ലൈറ്റോ എന്തെങ്കിലും കിടന്നാൽ അവൻ പോയി ഓഫാക്കും. ബാക്കി എല്ലാവരും കണക്ക് തന്നെ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ പാത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി തൈരൊക്കെ ഒന്ന് ഉടച്ചായിരുന്നു. രാവിലെ അങ്ങ് മിക്സി എടുക്കുമ്പം തൈരൊക്കെ അങ്ങ് ഉടച്ച് വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാമല്ലോ. അതുകൊണ്ട് അതൊക്കെ അങ്ങ് തൈരൊക്കെ അങ്ങ് ഇച്ചിരി മോരിന് വേണ്ടി ഉടച്ച് വെച്ചു. അതിന് കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകണം. ഞങ്ങൾ പണ്ട് എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പിട്ട് ഞങ്ങൾ ബെൻസി എൻ്റെ ചേച്ചിയൊക്കെ ഒരുമിച്ചല്ലേ താമസേ. അന്നേരം ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊന്നുമല്ല, ഞങ്ങളുടെ ബിൽഡിങ്ങിലേ വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു. ആ ബിൽഡിങ്ങുകാർ തന്നെ ഒരു ടൈം വെച്ചിട്ട് 10 മിനിറ്റ് ഇങ്ങനെ പൈപ്പിട്ട് വെള്ളം തരുമായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ പൈപ്പ് ലൈൻ എങ്ങാണം ഏതെങ്കിലും ഒരെണ്ണം ആ താഴെ എങ്ങാണം പൊട്ടുവാണെങ്കിൽ ഞങ്ങളെല്ലാവരും പോവും പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ പൈപ്പ് കയറ്റിയിട്ടിട്ട് ഞങ്ങളെല്ലാവരും വെള്ളം നിറയ്ക്കാവുന്നതെല്ലാം ആ സമയത്ത് കുളിക്കാവുന്നവരെല്ലാം കുളിക്കും, തുണി കഴുകുന്നവരെല്ലാം തുണി കഴുകും. അത്രയ്ക്ക് വെള്ളത്തിന് ഞങ്ങൾ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത്. പക്ഷേ ഇപ്പോഴങ്ങനെ അല്ല. ഇപ്പം തന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തർ സെപ്പറേറ്റ് കണക്ഷൻ എടുത്തു. അപ്പം കുഴപ്പമില്ല. ഈ സ്റ്റാർട്ടിങ് ഞങ്ങളൊക്കെ എന്ത് വെള്ളത്തിന് അനുഭവിച്ചതാണെന്നറിയാമോ. ഇനി നമുക്ക് നമ്മുടെ തോരൻ വയ്ക്കാം, പയർ തോരൻ. എന്നും വെക്കുന്നത് പോലെ തന്നെ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് ഉള്ളിയും വഴറ്റി തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പം പലരും പറയും എന്നും പയർ കറിയാണല്ലോ, മോര് കറിയാണല്ലോ, ബീൻസ് തോരനാണല്ലോ, പയർ തോരനാണല്ലോ, കാബേജ് തോരനാണല്ലോ. ഇതൊക്കെ എല്ലാവരും ഈ വീട്ടിൽ എല്ലാവരും കഴിക്കുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവും. ഇന്നിപ്പോൾ ഞാൻ ചിന്തിച്ച് ഇന്ന് വെജിറ്റബിൾ ഒന്നും എടുക്കുന്നില്ല. ഈ വെള്ളപ്പയറുണ്ടല്ലേ, നമ്മുടെ നാട്ടിലെ ചുമന്ന പയർ പോലുള്ള വെള്ളപ്പയർ, അത് ഞാനൊന്ന് കുക്കറിൽ, ഇത് ഇത്തിരി വേവുള്ളയാണ്, 2 വിസിലടിച്ച്. അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്തോട്ടിട്ട് എന്നിട്ട് കുറച്ച് നേരം കൂടെ ഇതിൻ്റെ അകത്തും ഇട്ടൊന്ന് ഈ തേങ്ങയ്ക്കകത്തൊക്കെ ഇട്ടൊന്ന് വേവിക്കണം, എന്നാലേ അതൊന്ന് വേവത്തുള്ളൂ. പക്ഷേ ഇതും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ മോരുകറി വെക്കുന്നുണ്ട്. പോൾമോൻ ഇതിൻ്റെ കൂടെ മോരുകറിയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കങ്ങനെ മോരൊഴിക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. ചുരുക്കം ചിലമായിട്ടങ്ങാണ് ഇച്ചിരി മോരൊഴിക്കും. അപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇച്ചിരി ഞാൻ ഈ മുളക് പൊടിയും, ഇച്ചിരി സവാളയാണെങ്കിൽ സവാള അരിയും, വിനാഗിരി ആണെങ്കിൽ എനിക്ക് പുളി ഞെവിടുന്നത് ഇഷ്ടം. അന്നേരം പുളി ഞാൻ ഈ ഉണ്ടാക്കുന്ന ചട്നി പോൾമോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് പുളി ഞെവിടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു ഇച്ചിരി വിനാഗിരി ഒഴിക്കും, കുറച്ച് വെളിച്ചെണ്ണ ഉപ്പൂടെ ചേർത്തിട്ട് ഇങ്ങനെ ചാലിച്ചെടുക്കും. അതും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അതിവിടെ പോൾമോന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ ഒരു സൈഡിൽ മോരും കാച്ചുന്നുണ്ട്. ഒരു ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് അതൊരു
പരുവമായി. അപ്പോൾ അതിലേക്ക് ഇനി ഒരു ഇച്ചിരി കടുക് കൂടെ വറുത്ത് ചേർത്താൽ ഇച്ചിരി കടുകും ജീരകവും പൊട്ടിച്ച് ഇത്തിരി ഉള്ളിയും ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒരു സ്വല്പം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അത് മോരിൻ്റെ അകത്തോട്ട് ചേർക്കാം. അപ്പം മോരുകറിയായി, പയറ് തോരനായി. അപ്പം നമ്മുടെ ഒരുവിധം പരിപാടികളൊക്കെ തീർന്നു. അപ്പോൾ ഈ സൺഡേ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല മലയാളിക്കടയിൽ കയറി ഇച്ചിരി സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുമന്ന പയറുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതില്ല, സ്റ്റോക്കുള്ളത് തീർന്നു പോയി. ഞാൻ ചില സമയത്ത് നമുക്കൊരു തോന്നൽ വരുമല്ലേ, എനിക്കല്ലെങ്കിലും ഈ ആ ചുമന്ന പയർ നമ്മുടെ നാട്ടിലെടുത്ത വൻപയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതില്ലാതായിപ്പോയി. ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം പിന്നെ അടുത്തത് ഷീറ്റുകൾ മറക്കണം. കൊച്ചിൻ്റെ തുണിയൊക്കെ അവിടെ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് മടക്കണം. അങ്ങനെ പല പല കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേനും ഹാനു വരും തൂത്ത് തുടങ്ങി. ഈ നിക്കറ് ഇന്നലെ പ്രീസമ്മോൻ ബാഗിൽ നിന്ന് തുണി എടുക്കാൻ നേരം വീട്ടിലിടുന്ന തുണി ഒരു ബാഗിലാണ് വെച്ചേക്കുന്നത്. എടുക്കാൻ ഇത് പഴയ അവൻ്റെ കൊച്ചിലത്തെ ഒരു നിക്കറാണ്. അത് രാവിലെ എടുത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, മമ്മി ഇത് വൈകിട്ട് വരുമ്പോൾ എനിക്ക് ഇടാനായിട്ട് അവനെടുത്ത് വെച്ചിട്ട് പോയാ. അത് ഞാനിതൊന്ന് കാണിച്ചത്. അത് ഇട്ടുണ്ട് ഒരു ഇമ്പിൾ കുഞ്ഞൻ. അവനിപ്പോൾ പെട്ടെന്ന് അവന് ഇച്ചിരി വണ്ണം വെച്ച് ഈയിടെ. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അയ്യേ നോക്കടാ. അപ്പം ഞാൻ ഈ ഷീറ്റുകളുണ്ടല്ലേ, ഷീറ്റുകളുടെ ഒരിടത്ത് ഒരു കെട്ടിടും. എന്ന് വെച്ചാൽ നമ്മുടെ മുകളിൽ എപ്പോഴും നമ്മൾ വിരിക്കും. അല്ലാതെ ഈ കെട്ടിടാകുമ്പോൾ നമ്മൾ തോന്നുന്ന സ്ഥലത്തല്ലേ വിരിക്കുന്നത്. അപ്പോൾ ഇതാവുമ്പം കാലുവശം ഒരിടത്തും നമ്മൾ കാല് വെക്കുന്നിടം ഒന്ന് പുതയ്ക്കുന്നതാണെങ്കിലും ഇതുപോലെ ഞാൻ കെട്ടിടും. അപ്പം ഒന്നീ കാലുവശത്തിൻ്റെ അവിടെ വരുത്തണം, അല്ലെങ്കിൽ മുകളിലാക്കാം. അതുകൊണ്ടാണ് എല്ലാ ഷീറ്റിനും ഞാൻ ഓരോ കെട്ടിട്ടിട്ടുണ്ട്. അങ്ങനെ കെട്ടിടുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാം. ഒന്നീ താഴ്വശമാണ് കെട്ട് വരുന്നെങ്കിൽ താഴ്വശത്ത്, മുകൾ വശത്താണ് വരുന്നെങ്കിൽ മുകൾ വശത്ത്. അപ്പോൾ തുണിയൊക്കെ മടക്കി വന്നപ്പോഴത്തേക്കിന് തോരൻ താണ്ടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കുറേ ഗ്ലാസും കപ്പും ഒക്കെ സാധാരണ ഈ നേരത്തെ ഇവിടെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കോട്ടേജ് മീറ്റിംഗ് കാണുമായിരുന്നു. അപ്പം നമ്മൾ ഗ്ലാസ്സുകളൊക്കെ ജ്യൂസിനൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ കോട്ടേജ് മീറ്റ് ഓൺലൈനിൽ ആയതുകൊണ്ട് നമ്മൾ എടുക്കാറില്ല. ഇപ്പം ഞാൻ എല്ലാം എടുത്തൊന്ന് വല്ലപ്പോഴേ എടുക്കത്തുള്ള ആരെങ്കിലും വരും. അപ്പം ഞാൻ എല്ലാം എടുത്തൊന്ന് കഴുകി വെച്ചതാണ്. ഞാൻ മുറിയിലിരുന്ന് നോക്കിയുണ്ടേ പ്രാവിൻ്റെ കുറുകുറ സൗണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഓടിച്ച് മാറ്റി. എ സിയുടെ അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ തുണി ഇട്ടിട്ടുണ്ട് ആ ഫാനിൻ്റെ മുകളിൽ. കാരണം ഈ അതിൻ്റെ മുകളിൽ മൊത്തം അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി കയറും. അപ്പം ഞാൻ മൊത്തത്തിൽ 2 തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം അങ്ങ് പറന്ന് താഴെ പോയി. അപ്പോൾ അതിൻ്റെ മണ്ട ഇരുന്നെയാണ്. കാരണം ഇതുങ്ങളിവിടെ ഇതുങ്ങളെ മുട്ടയിടാനങ്ങനെ ഇരുത്തിയാൽ പിന്നെ ശല്യമാണ്. പിന്നെ ആ മുട്ട എടുത്ത് കളയാനും ഒക്കത്തില്ല, വിരിയുന്നിടം വരെ കാത്തിരിക്കണം. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ അകത്ത് ഞാൻ വന്ന് നോക്കണ ബാൽക്കണിയിലുണ്ടായിരുന്നു മുട്ടയിട്ട്. പിന്നെ ആ മുട്ട എടുത്ത് കളയുന്നത് പാവമാണെന്ന് പറഞ്ഞ് വിരിയുന്നിടം വരെ ഞാൻ കാത്തിരുന്നു. വിരിഞ്ഞ് പിന്നെ അതുങ്ങളൊന്ന് പറക്കുന്നിടം വരെ കാത്തിരുന്നിട്ട് പിന്നെ ഞാൻ ഓടിച്ചു വിട്ടു. ഞാൻ അകത്തിരുന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ടൊന്നും അത് പോയില്ല. പിന്നെ ആ ജനലങ്ങോട്ടൊന്ന് മാറ്റിയപ്പോഴാണ് ഓടിയത്. കാരണം അത് ഇങ്ങനെ കുറുകി ഇരിക്കുന്ന ഒരു പ്രാവ. കാരണം എനിക്ക് തോന്നുന്നു മുട്ടയിടാനോ അടയിരിക്കാനോ അങ്ങാണ്ടുള്ള പരിപാടിയാണ്. ഇരുത്തിയാൽ പിന്നെ ശല്യമാണ്. ഇങ്ങനെ എപ്പോഴും ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ ഞാനങ്ങനെ ഓടിച്ച് വിട്ട് ഞാൻ പിന്നെ പ്രീസമ്മോൻ വരാറായി. അവനെ കാത്തവിടെ പിന്നെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം നോക്കിയോണ്ടേ ആശാൻ ഓടി വരുവാ. ഞാൻ വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. കോളിനെ ഇട്ടിട്ട് കയറി ഓടിയവൻ. പിന്നെ ഞാൻ വൈകിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഞാൻ ഈ സൂം ചെയ്തത് എന്തുമായിരുന്നോ, അവിടെ ഒരു കവുങ്ങ് അറിയാമോ, അടയ്ക്കാൻ മരം. അതിൻ്റെ അകത്ത് പാക്ക് നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നു. എന്നാൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാമെന്ന് പറഞ്ഞ് നോക്കിയതാണ്. പക്ഷേ ഭയങ്കര ഉയരത്തിലാണ്. എനിക്കത് സൂം ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പം ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ടേ ബദാം. ഇതൊക്കെ ചെറുതാ, പക്ഷേ മേളിലൊക്കെ നല്ല പഴുത്ത് നിൽപ്പുണ്ട് ബദാം. ഇത് വെട്ടിക്കളഞ്ഞൊരു മരമായിരുന്നു, വലിയൊരു മരമായിരുന്നു. മഴയത്തത് പുഴുതു വീണു. പിന്നെ അത് പൊട്ടിക്കിളിച്ച് വന്നതാണ് വീണ്ടും. അപ്പം ഞാൻ അന്ന് ഞാൻ ഫിഷ് മോളി വെച്ചിട്ട് അലുവ മീൻ ആവോലി ഞാൻ കുറച്ച് കണ്ടിച്ച് വെച്ചായിരുന്നല്ലോ വറക്കാനായിട്ട്. അതിപ്പം വൈകിട്ട് വറക്കാനായിട്ട് ഞാൻ നേരത്തെ മസാല പുരട്ടി വെച്ചായിരുന്നു. ഫിഷ് മോളി ഇവിടെ വെറുതെ വധവാക്കി കളഞ്ഞെന്നുള്ളതാണ്. എനിക്ക് അലുവയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഫിഷ് മോളി. അലുവ വേറുമില്ല, സോഫ്റ്റ് അല്ലേ.
അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഇത് ആ ടേസ്റ്റും നേരത്തെ ഞാൻ വെച്ച ആ ഫിഷ് മോളിയുടെ താഴെ ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്ക്. ആ മീൻ ഇവിടെ അന്ന് എല്ലാവരും കഴിച്ചു. അപ്പോൾ പോൾമോൻ പണ്ട് പ്രൈസമോൻ ഇന്നാളി പറഞ്ഞായിരുന്നു, അവനില്ല, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മീൻ ഫ്രഷ് ടു ഹോമിൽ നോക്കി ഉടനെ ഇങ്ങനെ നല്ല പീസ് പോലുള്ള മീൻ കണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള ഫിഷ് വേണം വറുത്ത് തരാമെന്ന്. അപ്പോൾ ഇന്ന് ഇത് കണ്ടോണ്ടേ ആശാൻ ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞാൻ വറുത്തെടുത്തിട്ട് ലാസ്റ്റ് ഒരു തലയുണ്ടായിരുന്നു, ബാക്കിയും കൂടെ വറുത്ത് എല്ലാം കൂടി ഇപ്പം അത് കണ്ടപ്പോഴേ അവന് ഇഷ്ടമായി, അത് കഴിക്കുകയും ചെയ്തവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.